അസ്സലാമു അലൈക്കും. ഉറക്കം അനുഗ്രഹമാണോ അതല്ല അലസതയാണോ? ഓരോരുത്തരും ചിന്തിക്കുക. ഉറക്കം യഥാർത്ഥത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ്. വജഅൽനാ നൗമക്കും സുബാത്ത. അള്ളാഹു ഖുർആനിലൂടെ പറയുന്നു, ഉറക്കം നിങ്ങൾക്ക് അനുഗ്രഹമാക്കി തന്നിരിക്കുന്നു. പകലിനെ നിങ്ങൾക്ക് ജീവിതോപാധിയാക്കി മാറ്റിയിരിക്കുന്നു. അഥവാ അധ്വാനിക്കാനും സമ്പർക്കത്തിനുമെല്ലാം വേണ്ടത് പകലിലാണ്. രാത്രിയെ നിങ്ങൾക്ക് വിരിപ്പാക്കി തന്നിരിക്കുന്നു പറഞ്ഞാൽ രാത്രി നിങ്ങൾക്ക് ഉറങ്ങാനുള്ള സമയങ്ങളാണ്. ആ സമയത്ത് നിങ്ങൾ ഉറങ്ങണം. അത് നിങ്ങളുടെ ആരോഗ്യത്തിനും ബുദ്ധി വളർച്ചയ്ക്കും എല്ലാറ്റിനും അനുഗ്രഹങ്ങളാണ് ഉറക്കം. ഓരോ വ്യക്തിയും ഉറങ്ങേണ്ടതാണ്. ഉറങ്ങാത്ത വ്യക്തിയാണെങ്കിൽ അവന്റെ ആരോഗ്യത്തിനെയും ബുദ്ധിയെയും അത് ബാധിക്കും എന്നുള്ളതും നഗ്ന യാഥാർത്ഥ്യമാണ്. അത് ശാസ്ത്രം കണ്ടെത്തിയതുമാണ്. ഓരോരുത്തരും ഉറങ്ങേണ്ടത് അവരുടെ പ്രായത്തിനനുസരിച്ചായിരിക്കണം. ഒരു ശിശു, ഒരു കൈക്കുഞ്ഞ് പ്രസവിച്ച ഉടനെയുള്ള ഒരു കുഞ്ഞാണെങ്കിൽ ഏകദേശം 20 മണിക്കൂറിലധികം ഉറങ്ങണം എന്നതാണ് ശാസ്ത്രം പഠിപ്പിക്കുന്നത്. ആരോഗ്യശാസ്ത്രം അതാണ് പറയുന്നത്. ആ 20 മണിക്കൂറിന്റെ ഉറക്കത്തിലാണ് ആ കുട്ടിയുടെ ശാരീരിക ബുദ്ധിപരമായ വളർച്ചകൾ സംഭവിക്കുന്നത്. അപ്പൊ ഓരോരുത്തരും അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ഉറക്കം വേണം. ഒരു ആരോഗ്യമുള്ള ഒരു മനുഷ്യനാണെങ്കിൽ ഏകദേശം 5 മണിക്കൂറോളം ഉറങ്ങണം എന്നതാണ്. ചില ആളുകളൊക്കെ പറയുന്നുണ്ട് 8 മണിക്കൂർ ഉറങ്ങണം എന്നുള്ളത്. അതൊക്കെ വെറുതെ ഓരോരോ വടായിത്തരം ആണ് എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഉറക്കം അത് അനുഗ്രഹങ്ങളാണ്. ചില ആളുകൾ ഉറങ്ങും, അത് അലസതയാണ്. മടിയുടെ ഉറക്കമുണ്ട്, അലസതയുടെ ഉറക്കമുണ്ട്, ക്ഷീണത്തിന്റെ ഉറക്കമുണ്ട്. എന്നാൽ പൊതുവെ നമ്മൾ പറയുന്നു ഉറക്കം അനുഗ്രഹമാണ്. എന്നാൽ ഈ ഉറക്കം ആത്മവിശ്വാസത്തിന്റെ ഉറക്കമുണ്ട്. അതാണ് നല്ല ഉറക്കം. ഒരു വിദ്യാർത്ഥി പരീക്ഷാ തലേന്നാൾ നല്ല നായിട്ട് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ആത്മവിശ്വാസത്തിന്റെ ഉറക്കമാണത്. നമ്മൾ മനസ്സിലാക്കണം. ചില രക്ഷിതാക്കളൊന്നും കുട്ടികളെ പരീക്ഷാ തലേന്ന് ഉറങ്ങാൻ അനുവദിക്കില്ല. വായിക്കു പറഞ്ഞ് ശല്യം ചെയ്തുകൊണ്ടിരിക്കും. ഇത് ആ കുട്ടിയുടെ ഭാവിയെയും പരീക്ഷയെയും ബാധിക്കുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പരീക്ഷാ തലേന്നാളായിരിക്കണം ഒരു കുട്ടി കൃത്യമായി ഉറങ്ങേണ്ടത്. അല്ലാതിരുന്നാൽ പരീക്ഷാ ഹാളിൽ ഉറങ്ങിപ്പോകും. അങ്ങനെ പരാജയപ്പെട്ട കുട്ടികളെ, അതല്ലെങ്കിൽ പരീക്ഷയിൽ മാറ്റി ഉറഞ്ഞ കുട്ടികൾ നിരവധിയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ആ പരീക്ഷാ തലേന്ന് അവൻ ഉറങ്ങുകയാണെങ്കിൽ അത് ആത്മവിശ്വാസത്തിന് ഉറക്കമാണ്. എന്നാൽ ആ പരീക്ഷ ഹാളിൽ അവൻ ഉറങ്ങിയാലോ അത് ആ പരീക്ഷയെ അവൻ പരിഗണിച്ചിട്ടില്ല എന്നതിന്റെ തെളിവായിരിക്കണം. അലസതയുടെ ഉറക്കമാണ്. ബദർ യുദ്ധം നടക്കുകയാണ്. അതിന്റെ തലേ രാത്രി രണ്ട് വിഭാഗങ്ങൾ പരസ്പരം മുഖാമുഖം നിൽക്കുകയാണ്. അന്നിന്റെ അർദ്ധരാത്രിയിൽ ആ മണൽപ്പരപ്പിൽ സ്വഹാബികളെല്ലാം വളരെ സുന്ദരമായി കിടന്നുറങ്ങി എന്നുള്ളതാണ്. മറുഭാഗത്ത് ശത്രുക്കൾ എല്ലാവിധ ആയുധങ്ങളുമായി സജ്ജീകരിച്ച് നിൽക്കുമ്പോഴാണ് ആയുധങ്ങളില്ലാത്ത, ഭക്ഷണങ്ങളില്ലാത്ത, കഷ്ടപ്പാടിന്റെ നിന്ന് മദീനയിൽ നിന്ന് കടന്നു വന്ന ആ സ്വഹാബികൾ ആ മണൽപ്പരപ്പിൽ കിടന്നുറങ്ങിയത്. ഇതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറയുന്നു അത് ആത്മവിശ്വാസത്തിന്റെ ഉറക്കമാണ് എന്നുള്ളത്. എന്നാൽ ഒരു വ്യക്തി നിസ്കാരത്തിലാണ് ഉറങ്ങുന്നത്, നിസ്കരിച്ചുകൊണ്ടിരിക്കുക ഒരാൾ ഉറങ്ങുന്നുണ്ട് എങ്കിൽ ആ ഉറക്കം അലസതയുടെ ഉറക്കമാണ്. നിസ്കാരത്തെ അവൻ പരിഗണിച്ചിട്ടില്ല എന്നതിന്റെ ഉറക്കമാണ്. ഒരു വിദ്യാർത്ഥി അധ്യാപകൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക ഉറങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ ക്ഷീണം കൊണ്ടുറങ്ങും, അത് മറ്റൊരു കാര്യം. ഉറങ്ങുന്നവനാണെങ്കിൽ, അതല്ലെങ്കിൽ ഒരു
പ്രഭാഷണ സദസ്സിൽ ഒരാൾ ഉറങ്ങുന്നു എങ്കിൽ അത് അലസതയുടെ ഉറക്കാണ്. ആ പരിപാടിയെ, ആ ക്ലാസ്സിനെ അവർ പരിഗണിച്ചിട്ടില്ല എന്നതിൻ്റെ ലക്ഷണമാണ് ആ ഉറക്കം. മടി കാരണം ഉറങ്ങുന്ന ആളുകളുണ്ട്. ഒരു ജോലി സ്ഥലത്ത് ഒരാൾ ഉറങ്ങുന്നുണ്ട് എങ്കിൽ ഇതൊക്കെ പറയുന്നു ക്ഷീണം കൊണ്ടുള്ള ഉറക്കമല്ല. ജോലി ചെയ്യാതെ ജോലി സ്ഥലത്ത് ഇങ്ങനെ കിടന്നുറങ്ങുന്നു എന്ന ഒരാളാണെങ്കിൽ അത് അലസതയുടെയും മടിയുടെയും ലക്ഷണമാണ്. ഇതൊന്നും ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ കൃത്യമായി ഒരാൾ ആരോഗ്യ സംരക്ഷണം നടത്തുന്ന ഒരാളാണെങ്കിൽ അവൻ കൃത്യമായി രാത്രി ഉറങ്ങണം. ഏകദേശം 5 മണിക്കൂറോളം ഒരാൾ ഉറങ്ങുകയാണെങ്കിൽ അത് അവന്റെ എല്ലാ നിലക്കുള്ള ആരോഗ്യത്തിനും അത് മതിയാകും. അഥവാ ആരോഗ്യമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചാണ് ഈ പറയുന്നത് കേട്ടോ. ക്ഷീണം കാരണം ചിലപ്പോൾ ഉറങ്ങിപ്പോയേക്കാം, അത് മറ്റൊരു കാര്യം. ജോലിയും കായികമായ അധ്വാനങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ ക്ഷീണമുണ്ടായിരിക്കും, യാത്ര ക്ഷീണത്താൽ ഉറങ്ങിപ്പോകും. അതൊക്കെ സർവ സാധാരണയാണ്. ഉറക്കം കിട്ടാത്തൊരു വ്യക്തിയാണെങ്കിൽ അങ്ങനെ വിഷമിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവരോട് ഒന്നേ നമുക്ക് പറയാനുള്ളൂ, അല്പം നിങ്ങൾ വെയിൽ കൊള്ളുക. സൂര്യപ്രകാശം നിങ്ങളുടെ ശരീരത്തിലേക്ക് തട്ടിയാൽ ഉറക്കമില്ലാത്ത ആളുകൾക്ക് ഉറക്കം ലഭിക്കും എന്നതാണ്. അതുകൊണ്ടാണ് ജോലി സ്ഥലങ്ങളിൽ പുറത്ത് ഒക്കെ ജോലി ചെയ്യുന്ന ആളുകൾ വേഗം ഉറങ്ങിപ്പോകും. കാരണം എന്താണ്? അവരുടെ ശരീരത്തിലേക്ക് സൂര്യകിരണങ്ങൾ പ്രവഹിച്ചപ്പോൾ അത് അവരുടെ ശരീരത്തിൽ ഉറക്കത്തിനുള്ള ആ എനർജി ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ആ ഉറക്കം നല്ല സന്തോഷകരമായ ഉറക്കവും ആയിരിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഉറക്കം നമുക്ക് അനുഗ്രഹമാണെങ്കിൽ അലസതയുടെ ഉറക്കം ഒരിക്കലും നമ്മിൽ ഉണ്ടാവാൻ പാടില്ല. പിശാചിന്റെ വിളയാട്ടം നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല ആത്മീയ സദസ്സുകളിലും മറ്റുമൊക്കെ ഉറക്കം നമ്മെ മാടി വിളിച്ചു വരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. കാരണം പിശാചിനെന്തേയുള്ളൂ, നമ്മെ നന്മയിൽ നിന്ന് വ്യതിചലിപ്പിക്കലാണ് അവന്റെ ലക്ഷ്യം. അതിനുള്ള പണികളെല്ലാം അവൻ എടുത്തു വെക്കും എന്നർത്ഥം. അപ്പൊ ഉറങ്ങും മുമ്പ്, രാത്രി നമ്മൾ ഉറങ്ങും മുമ്പ് വുളു എടുക്കുക. വുളു എടുത്ത് നമ്മൾ ഉറങ്ങിയാൽ എന്തായിരിക്കും? നല്ല സുന്ദരമായ ഉറക്കം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. കാരണം നമ്മുടെ ശരീരത്തിലേക്ക് തണുപ്പ് വരികയാണ് വെള്ളം തട്ടുമ്പോൾ. പല കാരണങ്ങളുണ്ട്, ഇതിൽ കൂടുതൽ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കുക, നല്ലതായ സ്ഥലത്ത് ഒരാൾ ഉറങ്ങുന്നുണ്ട് കണ്ടാൽ അതിനെ അവൻ പരിഗണിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആത്മവിശ്വാസത്തോടു കൂടി ഒരാൾ ഉറങ്ങുന്നു എങ്കിൽ അവനെ ആ വിശ്വാസമാണ് അവനെ വിജയിപ്പിക്കുക എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ചുരുക്കി പറയുന്നു, നമ്മൾ ഉറങ്ങണം, അത് നമുക്ക് അനുഗ്രഹമാണ്. ആത്മവിശ്വാസത്തോടു കൂടിയായിരിക്കണം ഉറങ്ങേണ്ടത്. പരീക്ഷാ തലേന്നൊന്നും കുട്ടികളെ നിർബന്ധിപ്പിച്ച് വായിപ്പിച്ച് അവരെ പ്രയാസപ്പെടുത്താൻ രക്ഷിതാക്കൾ ശ്രമിക്കരുത്. പരീക്ഷ എന്നില്ല, ഏതൊരു ദിവസവും ഒരു കുട്ടിക്ക് 6 മണിക്കൂറെങ്കിലും ഉറങ്ങാനുള്ള അവസരങ്ങൾ രക്ഷിതാക്കൾ ഉണ്ടാക്കി കൊടുക്കണം. വിദ്യാലയങ്ങളിലൊക്കെ പോകുന്ന കുട്ടികൾ പ്രത്യേകിച്ചും, വീട്ടിൽ നിന്ന് ഉറങ്ങാത്ത കുട്ടികൾ പലപ്പോഴും ക്ലാസ്സുകളിൽ ഉറങ്ങാറുണ്ട്. അതിന് കാരണം എന്താണ്? കൃത്യമായ അവരുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഉറക്കം അവർക്ക് ലഭിച്ചിട്ടില്ല എന്നൊരൊറ്റ കാരണത്താലാണ് ഈ ഉറക്കം ഉണ്ടാകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ശ്രദ്ധിക്കുക, മക്കളുടെ ആരോഗ്യം നിങ്ങൾ പരിരക്ഷിച്ചു കൊണ്ടായിരിക്കണം മക്കളുടെ വിദ്യാഭ്യാസവും അവരുടെ പരീക്ഷയിലെ വിജയം ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.